ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഇൻഫിനിറ്റ് വേൾഡ് ഓഫ് GK. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് 7ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിൻ്റെ സെക്കൻഡ് ടൈം എക്സാമിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻസ് ആണ്. ആക്ടിവിറ്റി 1 നോക്കാം. ദ ഡിസ്റ്റൻസ് ടു ദ സെൻറ്റർ ഓഫ് ദ എർത്ത് ഈസ് അബൌട്ട് 6371 കിലോമീറ്റർ. It is not possible for humans to understand about the Earth's interior directly. The knowledge about the interior of the Earth is based on scientific studies and conclusion. Question number A. How could we collect information about the interior of Earth? അതായത് ഏകദേശം 6371 കിലോമീറ്റർ ആണ് ഭൂമിയുടെ കേന്ദ്രത്തിലേക്കുള്ള ദൂരം. ഭൂമിയുടെ ഉള്ളറയെക്കുറിച്ചുള്ള വിവരങ്ങൾ മനുഷ്യന് നേരിട്ട് ചെന്ന് മനസ്സിലാക്കാൻ സാധ്യമല്ല. ചില ശാസ്ത്രീയ പഠനങ്ങളുടെയും നിഗമനങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് ഭൂമിയുടെ ഉള്ളറയെ സംബന്ധിച്ച വിവരങ്ങൾ രൂപപ്പെട്ടിട്ടുള്ളത്. ഏതെല്ലാം പരിശോധനയിലൂടെയാണ് ഭൂമിയുടെ ഉള്ളറയെക്കുറിച്ചുള്ള വിവരങ്ങൾ നമുക്ക് ലഭിച്ചത് എന്നാണ് ചോദ്യം. എന്താണ് ആൻസർ എഴുതുക? By examining materials that reach the Earth's surface through volcanic eruptions. അതായത് അഗ്നിപർവ്വത സ്ഫോടനത്തിലൂടെ ഭൂമിയുടെ പുറത്തേക്ക് വരുന്ന വസ്തുക്കൾ പരിശോധിക്കുന്നതിലൂടെ. രണ്ടാമത്തേത് ഫ്രം ദ ഇൻഫർമേഷൻ കളക്റ്റഡ് ഫ്രം മൈൻസ്, അതായത് ഖനികളിൽ നിന്ന് ശേഖരിക്കുന്ന വിവരങ്ങളിലൂടെ. അടുത്തത് ബൈ അനലൈസിങ് ദ മോഷൻ ഓഫ് വേവ്സ് ജനറേറ്റഡ് ഡ്യൂറിങ് എർത്ത്ക്വേക്ക്, അതായത് ഭൂകമ്പ സമയത്തുണ്ടാകുന്ന തരംഗങ്ങളുടെ ചലനം വിശകലനം ചെയ്യുന്നതിലൂടെ. അടുത്തത് ബി ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ആർ ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ് അബൌട്ട് ക്രസ്റ്റ്? ക്രസ്റ്റിനെ കുറിച്ച് താഴെ തന്നിരിക്കുന്നതിലുള്ള സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് ആയിട്ടുള്ളത് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 4 സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്. ദ ക്രസ്റ്റ് ഹാസ് 2 പാർട്സ്, നെയിംലി കോണ്ടിനെൻ്റൽ ക്രസ്റ്റ് ആൻഡ് ഓഷ്യാനിക് ക്രസ്റ്റ്, അതായത് വൻകര ഭൂവൽക്കം, സമുദ്ര ഭൂവൽക്കം എന്നിങ്ങനെ 2 ഭാഗങ്ങളുണ്ട്. ശരിയാണോ? ശരിയാണ്. അടുത്തത് ഇറ്റ് ഈസ് ഫോംഡ് ബൈ അയൺ ആൻഡ് നിക്കൽ, അയണും നിക്കലും കൊണ്ടാണ് ഇത് ഫോം ചെയ്തിട്ടുള്ളത്. അത് ശരിയാണോ? അല്ല, തെറ്റാണ്. സി ഇറ്റ് ഹാസ് 2 പാർട്സ്, നെയിംലി ലിതോസ്ഫിയർ ആൻഡ് അസ്നോസ്ഫിയർ. അത് ശരിയാണോ? അല്ല, അത് തെറ്റാണ്. ഡി ദ ലിത്തോസ്ഫിയർ ഈസ് ദ ഔട്ടർമോസ്റ്റ് റോക്കി പാർട്ട് ഓഫ് ദ എർത്ത്. ലിത്തോസ്ഫിയർ ആണ് ഏറ്റവും പുറമേയുള്ള ശിലാനിർമ്മിതമായ ഭാഗം. അത് ശരിയാണ്. അപ്പോൾ കറക്റ്റായിട്ടുള്ളത് ഏതൊക്കെയാണ്? എ ആൻഡ് ഡി. എ ആൻഡ് ഡി ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ. അടുത്തത് സി ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് ദ ഔട്ടർമോസ്റ്റ് ലെയർ ഓഫ് ദ എർത്ത് കോൾഡ്? അതായത് ഭൂമിയുടെ ഏറ്റവും പുറമേയുള്ള പാളി എന്തു പേരിലാണ് അറിയപ്പെടുന്നത്? എന്താണ്? ക്രസ്റ്റ്. ഏറ്റവും പുറമേയുള്ള പാളി അറിയപ്പെടുന്നത് ക്രസ്റ്റ് എന്നാണ്. അടുത്തത് ആക്ടിവിറ്റി 2 ആണ്. ദ പ്രസൻസ് ഓഫ് ഓസോൺ ഗ്യാസസ് ഇൻ ദ അറ്റ്മോസ്ഫിയർ പ്രൊട്ടക്ട് ദ എർത്ത് ബൈ ബ്ലോക്കിംഗ് ഹാംഫുൾ അൾട്രാവയലറ്റ് റേസ് ഫ്രം ദ സൺ. September 16 is observed as World Ozone Day. It was declared as Ozone Layer Protection Day by the United Nations General Assembly in 1988. അതായത് സൂര്യനിൽ നിന്നുള്ള അപകടകാരിയായ അൾട്രാവയലറ്റ് രശ്മികളെ തടഞ്ഞു നിർത്തി ഭൂമിയെ സംരക്ഷിക്കുന്നത് ഓസോൺ വാതകങ്ങളുടെ സാന്നിധ്യമാണ്. സെപ്റ്റംബർ 16 ലോക ഓസോൺ ദിനമായി ആചരിക്കുന്നത്. 1988 ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലി യോഗത്തിലാണ് ഓസോൺ പാളി സംരക്ഷണ ദിനമായി പ്രഖ്യാപിച്ചത്. ചോദ്യം ഇതാണ്: അൾട്രാവയലറ്റ് രശ്മികൾ ഭൂമിയിൽ എന്തെല്ലാം ദോഷങ്ങളാണ് ഉണ്ടാക്കുന്നത്? എന്തൊക്കെയാണ്? കൊളാപ്സ് ഓഫ് ദ ഫുഡ് ചെയിൻ, ക്രോപ്പ് ഡാമേജ്, സ്റ്റണ്ടിങ് ഓഫ് പ്ലാന്റ് ഗ്രോത്ത്, എർലി ഏജിംഗ്, ബ്ലൈൻഡ്നെസ്, കാറ്ററാക്ട്, സ്കിൻ ക്യാൻസർ എക്സെട്ര. ആഹാര ശൃംഖലയുടെ തകർച്ച, കൃഷിനാശം, സസ്യവളർച്ച മുരടിക്കൽ, അകാല വാർദ്ധക്യം, അന്ധത, തിമിരം, ത്വക്കിലുണ്ടാകുന്ന ക്യാൻസർ. ഇതൊക്കെയാണ്. ഇതിലേതെങ്കിലും 4 എണ്ണം എഴുതിയാൽ 4 മാർക്ക് ലഭിക്കും. അടുത്തത് ഒരു ബി ക്വസ്റ്റ്യൻ കൂടിയുണ്ട്. വിച്ച് ഡേ ഈസ് ഒബ്സർവ്ഡ് ആസ് വേൾഡ് ഓസോൺ ഡേ? അത് നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നെയുണ്ട്. എന്നാണ് വേൾഡ് ഓസോൺ ഡേ? സെപ്റ്റംബർ 16, സെപ്റ്റംബർ 16. അടുത്തത് ആക്ടിവിറ്റി 3 ആണ്. സബ് കോണ്ടിനെൻറ്റ്സ് ആർ ലാർജ് കോണ്ടിനെൻ്റൽ ഏരിയാസ് വിത്ത് സെയിം വെറൈറ്റി ഓഫ് ടോപ്പോഗ്രാഫിക്കൽ ഫീച്ചേഴ്സ് ആൻഡ് ക്ലൈമറ്റ്സ് ആസ് കോണ്ടിനെൻറ്റ്സ്. Question number A. How can we classify the topography of Indian subcontinent? അതായത് ഭൂഖണ്ഡങ്ങളിലേതുപോലെ തന്നെ വൈവിധ്യമാർന്ന ഭൂപ്രകൃതി വിഭാഗങ്ങളും കാലാവസ്ഥയുമുള്ള വിശാല ഭൂഖണ്ഡ ഭാഗങ്ങളെയാണ്
ഉപഭൂഖണ്ഡങ്ങൾ എന്ന് വിശേഷിപ്പിക്കുന്നത്? ക്വസ്റ്റ്യൻ ഇതാണ്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഭൂപ്രകൃതിയെ എത്രയായി തരംതിരിക്കാം? അവ ഏതൊക്കെയാണ്? മൗണ്ടൻ റേഞ്ച്, വാസ്റ്റ് പ്ലെയിൻസ്, ഡെസേർട്ട് റീജിയൻസ്, പ്ലാറ്റ്യൂസ്, കോസ്റ്റൽ പ്ലെയിൻസ് ആൻഡ് ഐലൻഡ്സ്. പർവ്വതനിരകൾ, വിശാലമായ സമതലങ്ങൾ, മരുഭൂമി പ്രദേശങ്ങൾ, പീഠഭൂമി പ്രദേശങ്ങൾ, തീരസമതലങ്ങൾ, ദ്വീപുകൾ ഇവയൊക്കെയാണ്. അടുത്തത് ബി ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ദ ക്ലൈമറ്റ് ഓഫ് ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റ്? ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റിൻ്റെ കാലാവസ്ഥയെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്നാണ് ചോദ്യം. ലാറ്റിറ്റ്യൂഡ്, ദ ആൾട്ടിറ്റ്യൂഡ്, ഫിസിയോഗ്രഫി, പ്രോക്സിമിറ്റി ടു ഓഷ്യൻ, വിൻഡ്. അക്ഷാംശ സ്ഥാനം, സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം, ഭൂപ്രകൃതി, സമുദ്രത്തിൻ്റെ സാമീപ്യം, കാറ്റ് ഇവയൊക്കെയാണ് കാലാവസ്ഥയെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ്. അടുത്തത് ആക്ടിവിറ്റി 4. The Green Revolution was a program that massively increased the production of food grains using high-yielding seeds, fertilizers, pesticides, new technologies, loans at low interest rate and scientific irrigation. അതായത് ഹരിത വിപ്ലവത്തെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എന്താണ് ഹരിത വിപ്ലവം? അത്യുൽപാദനശേഷിയുള്ള വിത്തിനങ്ങൾ, രാസവളങ്ങൾ, കീടനാശിനികൾ, പുത്തൻ സാങ്കേതിക വിദ്യകൾ, കുറഞ്ഞ നിരക്കിൽ വായ്പ, ശാസ്ത്രീയ ജലസേചനം എന്നിവ ഉപയോഗിച്ച് ഭക്ഷ്യധാന്യമുള്ള ഉൽപാദനം വൻതോതിൽ വർദ്ധിപ്പിച്ച പദ്ധതിയാണ് ഹരിത വിപ്ലവം. ചോദ്യം ഇതാണ്. ഹരിത വിപ്ലവത്തിൻ്റെ ഏതെങ്കിലും 2 നേട്ടങ്ങളും കോട്ടങ്ങളും പട്ടികപ്പെടുത്തുക. അതായത് ഹരിത വിപ്ലവത്തിൻ്റെ അഡ്വാൻറ്റേജസും ഡിസ്അഡ്വാൻറ്റേജസും എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞാൽ അഡ്വാൻറ്റേജസ്. ഇൻക്രീസ് ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് ഫുഡ് ഗ്രെയിൻസ്, എൻഷുർഡ് സെൽഫ് സഫിഷ്യൻസി ഇൻ ഫുഡ്, ദ പ്രൈസ് ഓഫ് ഫുഡ് ഗ്രെയിൻസ് ഡ്രോപ്ഡ്, ദ ബ്ലാക്ക് മാർക്കറ്റിംഗ് ആൻഡ് ഹോർഡിംഗ് ഓഫ് ഫുഡ് ഗ്രെയിൻസ് ഡിക്ലൈൻഡ്. ഭക്ഷ്യധാന്യങ്ങളുടെ ഉൽപാദന വർധനവ്, ഭക്ഷ്യ സ്വയം പര്യാപ്തത ഉറപ്പാക്കി, ഭക്ഷ്യധാന്യങ്ങളുടെ വില കുറഞ്ഞു, ഭക്ഷ്യധാന്യങ്ങളുടെ കരിഞ്ചന്തയും പൂഴ്ത്തിവയ്പും കുറഞ്ഞു. ഇതൊക്കെയാണ് നേട്ടങ്ങൾ. ഇനി പരിമിതികളാണ്, അതായത് ലിമിറ്റേഷൻസ് അല്ലെങ്കിൽ ഡിസ്അഡ്വാൻറ്റേജസ്. ഡ്യൂ ടു എക്സസീവ് യൂസ് ഓഫ് വാട്ടർ, ഗ്രൗണ്ട് വാട്ടർ ലെവൽ ഡിക്രീസ്ഡ് ഡ്രാസ്റ്റിക്ലി. ജലം അമിതമായി ഉപയോഗിച്ചത് വഴി ഭൂഗർഭജലത്തിൻ്റെ അളവ് ഗണ്യമായി കുറഞ്ഞു. എക്സസീവ് യൂസ് ഓഫ് ഫെർട്ടിലൈസേഴ്സ് ആൻഡ് പെസ്റ്റിസൈഡ്സ് റെഡ്യൂസ്ഡ് നാച്ചുറൽ ഫെർട്ടിലിറ്റി ഓഫ് ദ സോയിൽ. രാസവളങ്ങളുടെയും കീടനാശിനികളുടെയും അമിത ഉപയോഗം മണ്ണിൻ്റെ സ്വാഭാവിക ഫലഭൂയിഷ്ഠത കുറച്ചു. ഇതൊക്കെയാണ് ഡിസ്അഡ്വാൻറ്റേജസ്. ഇനി നമുക്ക് ബി ക്വസ്റ്റ്യൻ നോക്കാം. സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സ് ആർ ഇംപ്ലിമെൻറ്റിംഗ് മെനി പോവർട്ടി അലീവിയേഷൻ സ്കീംസ് ടു ഇറാഡിക്കേറ്റ് ദ പ്രിവെയിലിംഗ് പോവർട്ടി ഇൻ അവർ കൺട്രി. റൈറ്റ് ദ നെയിംസ് ഓഫ് 2 സച്ച് പ്രോജക്ട്സ് ആൻഡ് ദർ ഒബ്ജക്റ്റീവ്സ്. അതായത് നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന ദാരിദ്ര്യത്തെ ഇല്ലാതാക്കുന്നതിന് നിരവധി ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതികളാണ് കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾ കൊണ്ടുവന്നിട്ടുള്ളത്. ഇതുപോലെയുള്ള പദ്ധതിയുടെ പേരും അതിൻ്റെ ലക്ഷ്യവും എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. 2 എണ്ണം എഴുതണം. ഇവിടെ കുറേയധികം പദ്ധതികൾ തന്നിട്ടുണ്ട്. അവയിൽ ഏതെങ്കിലും 2 എണ്ണം നിങ്ങൾ പഠിച്ചു വയ്ക്കുക. മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി സ്കീം, അതായത് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയാണ്. താഴ്ന്ന വരുമാനമുള്ള പ്രായപൂർത്തിയായ കുടുംബാംഗങ്ങൾക്ക് തൊഴിലവസരങ്ങളും വരുമാനവും ലഭിക്കുന്നു. അഡൽട്സ് വിത്ത് ലോ ഇൻകം റിസീവ് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ഇൻകം. 2 പ്രധാനമന്ത്രി റോസ്ഗാർ യോജന. 3 ലൈഫ് പ്ലാൻ. അതിന് ഒബ്ജക്റ്റീവ് കൊടുത്തിട്ടുണ്ട്. ടു പ്രൊവൈഡ് ലിവ്ലിഹുഡ് ടു ഡിപ്പെൻഡൻസ് ഓഫ് വിക്ടിംസ് ഓഫ് ക്രൈം ഹു ആർ സഫറിംഗ് ഫിനാൻഷ്യൽ ഹാർഡ്ഷിപ്പ്. അതായത് ജീവനം പദ്ധതി. സാമ്പത്തികമായി പ്രയാസം അനുഭവപ്പെടുന്ന കുറ്റകൃത്യങ്ങൾക്കിരയായി മരണപ്പെടുന്നവരുടെ ആശ്രിതർക്ക് ഉപജീവന മാർഗം കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള പദ്ധതിയാണ്. അടുത്തത് അയ്യങ്കാളി അർബൻ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി സ്കീം. 5 പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം അഥവാ PDS. അടുത്തത് 6 PM പോഷൻ. അത് നിങ്ങൾക്ക് ഓർത്ത് വയ്ക്കാൻ പറ്റും. മിഡ് ഡേ മീൽ സ്കീം ഫോർ 1st to 8th ഗ്രേഡ് സ്കൂൾ ചിൽഡ്രൻ. അതായത് 1 മുതൽ 8 വരെയുള്ള ക്ലാസ്സുകളിലെ കുട്ടികൾക്ക് ഉച്ചഭക്ഷണ പദ്ധതിയാണ്. അത് PM പോഷൻ. അത് നിങ്ങൾക്ക് ഓർത്ത് വയ്ക്കാൻ പറ്റും. 7 സുഭിക്ഷ കേരളം സ്കീം. ഇതിലേതെങ്കിലും 2 എണ്ണവും അവയുടെ ഒബ്ജക്റ്റീവും കൂടി നിങ്ങൾ ഓർത്ത് വയ്ക്കുക. അടുത്തത് ഒരു C ക്വസ്റ്റ്യൻ കൂടിയുണ്ട്. ഹു ഈസ് നോൺ ആസ് ദ ഫാദർ ഓഫ് ഇന്ത്യൻ ഗ്രീൻ റെവല്യൂഷൻ? ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഇത് നമ്മൾ ഒരുപാട് തവണ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. ആൻസർ എന്താണ്? ഡോക്ടർ MS സ്വാമിനാഥൻ. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവാണ്
ഡോക്ടർ MS സ്വാമിനാഥൻ. അടുത്തത് ആക്ടിവിറ്റി 5 ആണ്. മജോറിറ്റി ഓഫ് പീപ്പിൾ ഇൻ ഇന്ത്യ ആർ എൻഗേജ്ഡ് ഇൻ അഗ്രികൾച്ചർ. എവരി ക്രോപ്പ് ഹാസ് സർട്ടൻ പീരിയഡ്സ് ഫോർ സോയിങ് ആൻഡ് ഹാർവെസ്റ്റിംഗ്. ദർ ആർ മെയിൻലി 3 അഗ്രികൾച്ചറൽ സീസൺസ് ഇൻ ഇന്ത്യ. കംപ്ലീറ്റ് ദ ഫോളോയിങ് ടേബിൾ. ഇന്ത്യയിലെ ഭൂരിപക്ഷം ജനങ്ങളും കാർഷിക വൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുന്നവരാണ്. ഓരോ വിളയും വിതയ്ക്കുന്നതിനും വിളവെടുക്കുന്നതിനും നിശ്ചിത കാലങ്ങളുണ്ട്. ഇന്ത്യയിൽ 3 കാർഷിക കാലങ്ങളാണ് പ്രധാനമായും ഉള്ളത്. താഴെ തന്നിരിക്കുന്ന പട്ടിക പൂർത്തിയാക്കാനാണ് അഗ്രികൾച്ചറൽ സീസൺസ് തന്നിട്ടുണ്ട്. ഖാരിഫ്, റാബി. 3ാമത്തെ സീസൺ തന്നിട്ടില്ല. ഖാരിഫ് സീസൺ ഏത് മന്ത്സിലാണ്? ജൂൺ, ജൂലൈ മാസത്തിലാണ്. ക്രോപ്സ് ഏതാണെന്ന് നമ്മൾ എഴുതി കൊടുക്കണം. ഏതൊക്കെയാണ്? പാടി, കോട്ടൺ, ജൂട്ട്, ജോവർ, ബജ്ര. അടുത്തത് റാബി സീസണാണ്. മാസം തന്നിട്ടില്ല. ഏതൊക്കെയാണ് മാസങ്ങൾ? ഒക്ടോബർ, നവംബർ. അതുപോലെ തന്നെ ക്രോപ്സും തന്നിട്ടില്ല. നമ്മൾ എഴുതണം വീറ്റ്, പൾസസ്, മസ്റ്റാർഡ്. അടുത്തത് അഗ്രികൾച്ചർ സീസണിൻ്റെ കോളത്തിലെ ലാസ്റ്റാണ് ഡി. അവിടെ ഒന്നും തന്നിട്ടില്ല. ഖാരിഫ്, റാബി. അടുത്ത സീസൺ ഏതാണ്? സെയ്ദ് സീസൺ. സെയ്ദ് സീസൺ ഏത് മാസത്തിലാണ്? സമ്മറിലാണ്. ക്രോപ്സ് ഏതൊക്കെയാണ്? വാട്ടർമെലൺ, കുക്കുംബർ, വെജിറ്റബിൾസ്, കാറ്റിൽ ഫീഡ് ക്രോപ്സ്. അതവിടെ തന്നിട്ടുണ്ട്. അടുത്തത് ബി ക്വസ്റ്റ്യൻ ആണ്. മാർക്ക് ദ സ്റ്റേറ്റ്സ് ദാറ്റ് കൾട്ടിവേറ്റ് വീറ്റ് ഇൻ ദ മാപ്പ് ഗിവൺ ബിലോ. അതായത് ഇവിടെ ഇന്ത്യയുടെ മാപ്പ് തന്നിട്ടുണ്ട്. അതിൽ വീറ്റ് കൾട്ടിവേറ്റ് ചെയ്യുന്ന സ്റ്റേറ്റ്സ് ഏതൊക്കെയാണെന്ന് നമ്മൾ മാർക്ക് ചെയ്യണം. അപ്പോൾ ഏതൊക്കെയാണ് ആ സ്റ്റേറ്റ്സ് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം അല്ലേ? ഏതൊക്കെയാണ് വീറ്റ് കൾട്ടിവേറ്റ് ചെയ്യുന്ന സ്റ്റേറ്റ്സ്? ഉത്തർപ്രദേശ്, പഞ്ചാബ്, മധ്യപ്രദേശ്, ഹരിയാന. ഇനി ഈ സ്റ്റേറ്റ്സ് നമ്മൾ ഇവിടെ തന്നിരിക്കുന്ന മാപ്പിൽ മാർക്ക് ചെയ്ത് കൊടുക്കണം. ഇവിടെ മാർക്ക് ചെയ്ത് തന്നിട്ടുണ്ട്. ഉത്തർപ്രദേശ് ഏതാണ്? ആ യെല്ലോയാണ് ഉത്തർപ്രദേശ്. മധ്യപ്രദേശ് അതിന് താഴെ ബ്രൗണിൽ കാണുന്നത്. പഞ്ചാബ് ഗ്രീൻ, അതിൻ്റെ തൊട്ട് താഴെ ഹരിയാന. അപ്പോൾ അത് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ബാക്കിയുള്ള സ്റ്റേറ്റുകളും കൂടി പഠിച്ചു വയ്ക്കുക. എവിടെ നിന്നാണ് വരുന്നതെന്ന് നമുക്കറിയില്ലല്ലോ. അപ്പോൾ എല്ലാ സ്റ്റേറ്റ്സും എവിടെയൊക്കെയാണ് മാർക്ക് ചെയ്യേണ്ടതെന്നൊന്ന് ഓർത്ത് വയ്ക്കുന്നത് നല്ലതാണ്. അടുത്തത് ആക്ടിവിറ്റി 6 ആണ്. ഗാന്ധിജി ബിലീവ്ഡ് ദാറ്റ് ദ സോൾ ഓഫ് ഇന്ത്യ റിസൈഡ്സ് ഇൻ ദ വില്ലേജസ് ആൻഡ് ഓൺലി ത്രൂ ദ ഡെവലപ്മെൻറ്റ് ഓഫ് ദ വില്ലേജസ് ദ പ്രോഗ്രസ് ഓഫ് ദ കൺട്രി ക്യാൻ ബി അറ്റൈൻഡ്. ഇന്ത്യയുടെ ആത്മാവ് ഗ്രാമങ്ങളിലാണ് കുടികൊള്ളുന്നതെന്നും ഗ്രാമങ്ങളുടെ വികസനത്തിലൂടെ മാത്രമേ രാജ്യ പുരോഗതി സാധ്യമാകൂ എന്നുമാണ് ഗാന്ധിജി വിശ്വസിച്ചത്. ക്വസ്റ്റ്യൻ എന്താണ്? ലിസ്റ്റ് ഗാന്ധിജീസ് വ്യൂസ് ഓൺ വില്ലേജ് ഡെവലപ്മെൻറ്റ്. ഗാന്ധിജിയുടെ കാഴ്ചപ്പാടുകൾ, ഗ്രാമവികസനത്തെക്കുറിച്ചുള്ള ഗാന്ധിജിയുടെ കാഴ്ചപ്പാടുകൾ എന്തെല്ലാമാണെന്ന് എഴുതാനാണ് ചോദ്യം. എന്തൊക്കെയാണ്? വില്ലേജസ് ഷുഡ് ബിക്കം fully self-governing republics, attain self-sufficiency in catering to the major needs of the village. ഗ്രാമങ്ങൾ പൂർണ്ണ റിപ്പബ്ലിക് ആവുക, ഗ്രാമത്തിൻ്റെ പ്രധാന ആവശ്യങ്ങളിൽ സ്വയം പര്യാപ്തത കൈവരിക്കുക. മ്യൂച്വൽ അസിസ്റ്റൻസ് വിത്ത് അതേഴ്സ് ഷുഡ് ഓൺലി ഹാപ്പൻ വെൻ ഇറ്റ് ഈസ് അബ്സല്യൂട്ട്ലി നെസസറി. ആശ്രയം ആവശ്യമായി വന്നാൽ മാത്രം മറ്റുള്ളവരുമായി പരസ്പരം സഹായത്തിൽ ഏർപ്പെടുക. ദ പ്രൈമറി ഫോക്കസ് ഓഫ് വില്ലേജസ് ഷുഡ് ബി ഓൺ ഇൻക്രീസിംഗ് ഫുഡ് പ്രൊഡക്ഷൻ ആൻഡ് കോട്ടൺ കൾട്ടിവേഷൻ ഫോർ ക്ലോത്ത്. അതായത് ഗ്രാമങ്ങളുടെ പ്രധാന താല്പര്യം ഭക്ഷ്യവിളവും തുണിക്കാവശ്യമായ പരുത്തിയുടെ വിളവും വർദ്ധിപ്പിക്കുക എന്നത് ആയിരിക്കണം. വില്ലേജസ് ഷുഡ് ഹാവ് ഡെസിഗ്നേറ്റഡ് ഏരിയാസ് ഫോർ ലൈവ് സ്റ്റോക്ക്. There should be recreational facilities and entertainment for both adults and children. Land should be used exclusively for cultivation and production. അതായത് പ്രായപൂർത്തിയായവർക്കും കുട്ടികൾക്കും വിനോദവും വിനോദശാലകളും വേണം. ഭൂമി ഉൽപ്പന്നങ്ങൾ വിളയിച്ചെടുക്കാൻ ഉപയോഗിക്കണം. ഇതിലേതെങ്കിലും 4 എണ്ണം എഴുതണം. അടുത്തത് ബി ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഡീസെൻട്രലൈസേഷൻ? അതായത് അധികാര വികേന്ദ്രീകരണത്തിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് എഴുതുക. ഇമ്പോർട്ടൻസ് ടു റീജിയണൽ ഡെവലപ്മെൻറ്റ്. ഡെവലപ്മെൻറ്റൽ നീഡ്സ് ഗെറ്റ് പ്രയോറിറ്റൈസ്ഡ്. ഡെവലപ്മെൻറ്റ് ഓഫ് ദ ലോക്കൽ എക്കണോമി. മാർജിനലൈസ്ഡ് ഗെറ്റ് ലീഡർഷിപ്പ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പീരിയൻസ്. കോമൺ പീപ്പിൾ ഹാവ് മോർ പവർ ആൻഡ് പാർട്ടിസിപ്പേഷൻ ഇൻ ദ അഡ്മിനിസ്ട്രേഷൻ. ഏതെങ്കിലും 2 എണ്ണമാണ് എഴുതേണ്ടത്. പ്രാദേശിക വികസനത്തിന് പ്രാധാന്യം. പൊതുജനങ്ങൾക്ക് ഭരണകാര്യങ്ങളിൽ കൂടുതൽ അധികാരവും പങ്കാളിത്തവും. വികസന ആവശ്യങ്ങൾക്ക് മുൻഗണന നിശ്ചയിക്കാൻ കഴിയുന്നു. പ്രാദേശിക സമ്പദ് വ്യവസ്ഥയുടെ വികസനം. സ്ത്രീകൾക്കും മറ്റ് പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്കും നേതൃശേഷിയും ഭരണപരിചയവും കൈവരുന്നു. അടുത്തത് സി ക്വസ്റ്റ്യൻ ആണ്. അക്കോർഡിംഗ് ടു ദ റെക്കമെൻഡേഷൻസ് ഓഫ് ദ ബൽവന്ത്രായ് മെഹ്ത കമ്മിറ്റി വിച്ച് സ്റ്റേറ്റ് എസ്റ്റാബ്ലിഷ്ഡ്
പഞ്ചായത്ത് രാജ് ഫോർ ദ ഫസ്റ്റ് ടൈം ഇൻ ഇന്ത്യ? അതായത് ബൽവന്ത് റായ് മെഹ്ത കമ്മിറ്റി പ്രകാരം ഏത് സ്റ്റേറ്റാണ് പഞ്ചായത്ത് രാജ് സംവിധാനം ആദ്യം കൊണ്ടുവന്നത്? ഇന്ത്യയിൽ പഞ്ചായത്ത് രാജ് സംവിധാനം ആദ്യം നിലവിൽ വന്നത് ഏത് സ്റ്റേറ്റിലാണ്, ഏത് സംസ്ഥാനത്താണ്? എവിടെയാണ്? രാജസ്ഥാൻ. രാജസ്ഥാനിലാണ് ഇന്ത്യയിൽ പഞ്ചായത്ത് രാജ് സംവിധാനം ആദ്യം നിലവിൽ വന്നത്. അടുത്തത് ആക്ടിവിറ്റി 7 ആണ്. മാപ്സ് ആർ എ ഗ്രേറ്റ് സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ ആൻഡ് വി യൂസ് ഡിഫറെൻറ്റ് മാപ്സ് ഫോർ എ വെറൈറ്റി ഓഫ് പർപ്പസസ് ഇൻ അവർ ഡെയിലി ലൈഫ്. വി യൂസ് എവറിത്തിങ് ഫ്രം പ്രിൻറ്റഡ് മാപ്സ് ഓൺ പേപ്പർ ടു ഡിജിറ്റലി പ്രിപ്പയർഡ് മാപ്സ്. Question A. Some important features of globes and maps are given below. Classify and list them as features of globes and features of maps. ഭൂപടങ്ങൾ ഒരു മികച്ച വിവര സ്രോതസ്സാണ്. നിത്യജീവിതത്തിൽ വിവിധ ആവശ്യങ്ങൾക്കായി നാം വ്യത്യസ്ത ഭൂപടങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. കടലാസുകളിൽ അച്ചടിച്ച ഭൂപടം മുതൽ ഡിജിറ്റൽ സാങ്കേതിക വിദ്യയിലൂടെ തയ്യാറാക്കിയ ഭൂപടങ്ങൾ വരെ നാം ഇന്ന് ഉപയോഗിക്കുന്നു. ചോദ്യം ഇതാണ്: ഗ്ലോബുകളുടെയും ഭൂപടങ്ങളുടെയും ചില പ്രധാന സവിശേഷതകളാണ് ചുവടെ നൽകിയിട്ടുള്ളത്. അവ ഗ്ലോബുകളുടെ സവിശേഷതകൾ, ഭൂപടങ്ങളുടെ സവിശേഷതകൾ എന്നിങ്ങനെ തരം തിരിച്ച് പട്ടികപ്പെടുത്താനാണ് ചോദ്യം. അപ്പോൾ നമുക്ക് നോക്കാം. ഗ്ലോബ്, എ റിയൽ മോഡൽ ഓഫ് ദ എർത്ത്. ഭൂമിയുടെ യഥാർത്ഥ മാതൃക. സ്ഫെറിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ദ എർത്ത്. ഭൂമിയുടെ ഗോളാകൃതിയിലുള്ള ചിത്രീകരണം. ഗീവ്സ് എ കോംപ്രിഹെൻസീവ് വിഷ്വൽ സെൻസ് ഓഫ് എർത്ത് ആസ് ഇറ്റ് ഈസ് ഇല്ലുസ്ട്രേറ്റഡ് കംപ്ലീറ്റ്ലി. ഭൂമിയെ പൂർണ്ണമായും ചിത്രീകരിക്കുന്നതിനാൽ ഭൂമിയെപ്പറ്റിയുള്ള ഒരു സമഗ്രമായ ദൃശ്യബോധം പ്രദാനം ചെയ്യുന്നു. Longitudinal lines are illustrated as semicircles and latitudinal lines are illustrated as concentric circles. അതായത് രേഖാംശ രേഖകൾ അർദ്ധവൃത്തങ്ങളായും അക്ഷാംശ രേഖകൾ കേന്ദ്രീകൃത വൃത്തങ്ങളായും ചിത്രീകരിക്കുന്നു. ഇനി മാപ്പിൻ്റെ സവിശേഷതകൾ നോക്കാം. 2-dimensional image of the earth. ഭൂമിയുടെ ദ്വിമാന ചിത്രീകരണം. റെപ്രസെൻറ്റേഷൻ ഓഫ് ദ ഹോൾ എർത്ത് ഓർ എ പോർഷൻ ഓഫ് ഇറ്റ് ഓൺ എ പ്ലെയിൻ സർഫസ്. ഭൂമിയെ ഭാഗികമായോ പൂർണ്ണമായോ ഒരു പരന്ന പ്രതലത്തിലാണ് ചിത്രീകരിക്കുന്നത്. ലാറ്റിറ്റ്യൂഡ്സ് ആൻഡ് ലോങ്ങിറ്റ്യൂഡ്സ് ആർ ഇല്ലുസ്ട്രേറ്റഡ് ആസ് സ്ട്രെയിറ്റ് ലൈൻസ്. അക്ഷാംശ രേഖകളും രേഖാംശ രേഖകളും നേർരേഖകളായി ചിത്രീകരിക്കുന്നു. വെരി യൂസ്ഫുൾ ഫോർ കളക്ടിങ് ഇൻഫർമേഷൻ ഓഫ് എ സ്പെസിഫിക് പ്ലേസ് ആൻഡ് ഫോർ പ്ലാനിങ് ദ റൂട്ട് ഫോർ എ ട്രിപ്പ്. അതായത് ഒരു നിശ്ചിത പ്രദേശത്തെ പറ്റിയുള്ള വിവരങ്ങൾ ശേഖരിക്കുന്നതിനും യാത്രയ്ക്കായി വഴികൾ ആസൂത്രണം ചെയ്യുന്നതിനും ഏറെ പ്രയോജനകരമാണ്. ഇതൊക്കെയാണ് ഗ്ലോബിൻ്റെയും മാപ്പിൻ്റെയും സ്പെഷ്യാലിറ്റീസ്. അടുത്തതായി ഒരു ബി ക്വസ്റ്റ്യൻ കൂടിയുണ്ട്. ഇൻ വിച്ച് പീരീഡ് വാസ് ദ ഓൾഡസ്റ്റ് നോൺ മാപ്പ് മെയ്ഡ്? അതായത് അറിയപ്പെടുന്നവയിൽ വെച്ച് ഏറ്റവും പഴക്കമുള്ള ഭൂപടം ഏത് കാലഘട്ടത്തിലാണ് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്? BCE 2500, BCE 4000, BCE 3000. ഏത് കാലഘട്ടത്തിലാണ്? BCE 2500, BCE 2500. അടുത്തത് ആക്ടിവിറ്റി 8. ഫുഡ് സെക്യൂരിറ്റി മീൻസ് എൻഷുറിംഗ് ദാറ്റ് എവരിവൺ ഇൻ എ കമ്മ്യൂണിറ്റി ഓൾവേസ് ഹാസ് ആക്സസ് ടു adequate amount of safe, nutritious food and the conditions necessary to obtain it. Though we are trying to ensure food security through increased food production and streamlined public distribution system, we are still facing some challenges. Question A. Why can't we ensure food security? ഒരു സമൂഹത്തിലെ എല്ലാവർക്കും എല്ലായ്പ്പോഴും അവരവർക്ക് ആവശ്യമായ അളവിൽ സുരക്ഷിതവും പോഷകസമ്പുഷ്ടവുമായ ആഹാരം ലഭ്യമാക്കുകയും അവ നേടാൻ ആവശ്യമായ സാഹചര്യം ഉറപ്പാക്കുകയും ചെയ്യുക എന്നതാണ് ഭക്ഷ്യസുരക്ഷ കൊണ്ട് അർത്ഥമാക്കുന്നത്. ഭക്ഷ്യോൽപാദനം വർദ്ധിപ്പിച്ചും പൊതുവിതരണ സമ്പ്രദായം കാര്യക്ഷമമാക്കിയും ഭക്ഷ്യസുരക്ഷ ഉറപ്പുവരുത്താൻ ശ്രമിക്കുമ്പോഴും ചില വെല്ലുവിളികൾ നാം നേരിടുന്നുണ്ട്. ഭക്ഷ്യസുരക്ഷ ഉറപ്പുവരുത്താൻ കഴിയാത്തത് എന്തുകൊണ്ടാണ്? ആൻസർ: പോപ്പുലേഷൻ ഗ്രോത്ത്, ലാക്ക് ഓഫ് ഇൻട്രസ്റ്റ് ഇൻ അഗ്രികൾച്ചർ, നാച്ചുറൽ ഡിസാസ്റ്റർ, അൺഎംപ്ലോയ്മെൻറ്റ്, ആബ്സെൻസ് ഓഫ് സബ്സിഡീസ്, വാർ. ജനസംഖ്യാ വർധനവ്, കൃഷിയോടുള്ള ആഭിമുഖ്യക്കുറവ്, പ്രകൃതി ദുരന്തം, തൊഴിലില്ലായ്മ, സബ്സിഡികളുടെ അഭാവം, യുദ്ധം. ഇവയൊക്കെയാണ് ഫുഡ് സെക്യൂരിറ്റി ഉറപ്പുവരുത്താൻ കഴിയാത്തത്.
ഒരു ബി ക്വസ്റ്റ്യൻ കൂടിയുണ്ട്. വിച്ച് ആർ ദ ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ദാറ്റ് ഡിസ്ട്രിബ്യൂട്ട് ഫുഡ് ഗ്രെയിൻസ് അറ്റ് സബ്സിഡൈസ്ഡ് റേറ്റ്സ്? ഫൈൻഡ് മോർ ആൻഡ് കംപ്ലീറ്റ് ദ ലിസ്റ്റ്. സിവിൽ സപ്ലൈസ്, നീതി സ്റ്റോർ. സബ്സിഡി നിരക്കിൽ ഭക്ഷ്യധാന്യങ്ങൾ വിതരണം ചെയ്യുന്ന ഗവൺമെൻറ് സ്ഥാപനങ്ങൾ ഏതൊക്കെയാണ്? അധികം കണ്ടെത്തി പട്ടിക പൂർത്തീകരിക്കുക. 2 എണ്ണം ഇവിടെ തന്നിട്ടുണ്ട്. സിവിൽ സപ്ലൈസ്, നീതി സ്റ്റോർ. ബാക്കി 4 എണ്ണം കൂടി നമ്മൾ അവിടെ പൂരിപ്പിച്ചു കൊടുക്കണം. ഏതൊക്കെയാണ്? ത്രിവേണി സൂപ്പർ മാർക്കറ്റ്, പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം, നന്മ സ്റ്റോർ, മാവേലി സ്റ്റോർ, ഹോർട്ടികോർപ്പ്. ഇവയിൽ ഏതെങ്കിലും 4 എണ്ണമാണ് നിങ്ങൾ എഴുതി കൊടുക്കേണ്ടത്. അങ്ങനെ നമ്മുടെ ചോദ്യങ്ങൾ കഴിഞ്ഞിരിക്കുകയാണ്. എല്ലാവരും നന്നായി പഠിച്ച് പ്രാക്ടീസ് ചെയ്ത് എക്സാം എഴുതണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. എല്ലാ കൂട്ടുകാർക്കും വിജയാശംസകൾ നേരുന്നു. പുതിയൊരു വീഡിയോയുമായി അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.